രാഷ്ട്രലോകത്തിന് തന്നെ അത്ഭുതമായി. ഇന്നും മരിച്ചിട്ട് 55 വർഷങ്ങൾക്ക് ശേഷവും സേവനമനുഷ്ഠിച്ചുകൊണ്ട് ഒരു പട്ടാളക്കാരൻ ഇന്ത്യൻ മിലിറ്ററിയിൽ പ്രവർത്തിക്കുന്നു. ആ ക്യാപ്റ്റൻ ഹർഭജൻ സിംഗിന്റെ അത്യന്തം വിസ്മയാജനകവും സംഭവബഹുലവുമായ കഥയാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. ഇന്ത്യൻ സൈന്യത്തിന് തന്നെ അഭിമാനമായി മാറിയ ക്യാപ്റ്റൻ ഹർഭജൻ സിംഗ്. ഇത് കഥയല്ല, നമ്മെ അത്ഭുതപ്പെടുത്തുന്ന അനുഭവ ചരിത്രം. മരിച്ചിട്ട് 55 വർഷങ്ങൾക്കിപ്പുറവും സൈനികർക്കും പർവ്വതയാത്രികർക്കും ഇന്നും ആശ്രയമായി ബാബ ഹർഭജൻ സിംഗ്. ഇത് ഭൂതമോ പ്രേതമോ ഈശ്വരനോ? ഉത്തരം കിട്ടാത്ത അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഹർഭജൻ സിംഗ്. 1946 ആഗസ്റ്റ് 30 പഞ്ചാബിലെ കപൂർത്തല ജില്ലയിൽ ജനിച്ച ഹർഭജൻ സിംഗ് എന്ന യുവാവ് സൈനിക സേവനം മോഹിച്ച് അമൃത്സറിൽ നിന്ന് 23 പഞ്ചാബ് റെജിമെന്റിൽ ശിപായിയായിത്തീർന്നു. സേവനത്തിനായി ഇൻഡോ ചൈന അതിർത്തി പ്രദേശമായ സിക്കിമിലെ നാഥുല പാസിൽ എത്തുന്നു. വാഹന സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് കഴുതപ്പുറത്ത് അതിർത്തി പ്രദേശങ്ങളിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാർക്ക് ഭക്ഷണവുമായി പോകുന്ന ഉത്തരവാദിത്തം ആയിരുന്നു ഹർഭജൻ സിംഗിന്. 1968 ഒക്ടോബർ 4 ഭക്ഷണവുമായി പോകുന്ന ഹർഭജൻ സിംഗ് കൊടിയ ഹിമപാതത്തിന്റെ അഗാധതയിലേക്ക് കാലുവഴുതി വീണ് വീരചരമം പോയി. ഇതിനെ തിരക്കിറങ്ങിയ പട്ടാളക്കാർ ഹർഭജൻ സിംഗിനെ കാണാതെ വിഷമിച്ചു. ഒളിച്ചോടിയതായി കണക്കാക്കി തിരച്ചിൽ നിർത്തുന്നു. കൃത്യം 3 ദിവസങ്ങൾക്ക് ശേഷം ഹർഭജൻ സിംഗ് ഒരു പട്ടാളക്കാരന്റെ സ്വപ്നത്തിൽ താൻ എങ്ങനെയാണ് എവിടെ വെച്ചാണ് മരിച്ചതെന്ന് വെളിപ്പെടുത്തുന്നു. ആ പട്ടാളക്കാരന്റെ സ്വപ്നദർശനം അനുസരിച്ച് ഇന്ത്യൻ സേനാ അംഗങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആ ഭാഗത്ത് ഹർഭജൻ സിംഗിനെ കണ്ടതായി ചൈനീസ് പട്ടാളക്കാരും പറയുന്നു. ഹർഭജൻ സിംഗ് സ്വപ്നത്തിൽ വെളിപ്പെടുത്തിയ സ്ഥലം പരിശോധിച്ചപ്പോൾ കൃത്യമായി ഹർഭജൻ സിംഗിന്റെ ശവശരീരം അവിടെ നിന്ന് കിട്ടുന്നു. പിന്നീട് ഹർഭജൻ സിംഗിനെ സൈനിക ബഹുമതികളോടെ സംസ്കരിക്കുകയും ചെയ്യുന്നു. പിന്നീടുണ്ടായതെല്ലാം ചരിത്രം. മിലിറ്ററി റെക്കോർഡ്സിൽ രേഖപ്പെടുത്തിയത് അവിശ്വസനീയമായ കാര്യങ്ങളാണ്. പിന്നീട് പല സൈനികരുടെ സ്വപ്നത്തിലും ഹർഭജൻ സിംഗ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഒരിക്കൽ ഇന്ത്യൻ ഭാഗത്തെ ആക്രമിക്കാൻ ചൈനീസ് ആർമി നാഥുല പാസിന്റെ ഒരു വഴി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു പട്ടാളക്കാരന് സ്വപ്നദർശനം നൽകിയത് ശരിയായി തന്നെ ഭവിച്ചതുകൊണ്ട് ആ ഭാഗത്ത് സൈനികരെ അധികമായി വിന്യസിച്ച് ആ ആക്രമണത്തെ ഇന്ത്യൻ പക്ഷം തടഞ്ഞു. അതോടുകൂടി ഇന്ത്യൻ സൈനിക സംവിധാനങ്ങൾ കാര്യങ്ങൾ ഗൗരവമായി തന്നെ എടുത്ത് പരിശോധിച്ചു. പിന്നീടും പലതവണ കടുത്ത ഹിമപാതങ്ങളിൽ നിന്നും അപകടകരമായ സാഹചര്യങ്ങളും ഉണ്ടായപ്പോൾ കൃത്യം 3 ദിവസം മുന്നേ സ്വപ്നദർശനത്തിലൂടെ ഇന്ത്യയുടെയും ചൈനയുടെയും സേനാംഗങ്ങൾക്ക് സ്വപ്നദർശനത്തിലൂടെ ഹർഭജൻ സിംഗ് മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് നിരവധി ദുർഘടമായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി. ഡ്യൂട്ടി സമയത്ത് ഉറങ്ങുന്ന പട്ടാളക്കാരുടെ മുതുകിൽ ആരോ അടിച്ചുണർത്തുന്നതായി പലതവണ ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ടായപ്പോൾ അത് ഹർഭജൻ സിംഗിന്റെ അദൃശ്യകരങ്ങളാണെന്ന് ഉറപ്പിച്ചു. അതോടെ ഹർഭജൻ സിംഗ് ബാബ ഹർഭജൻ സിംഗായി. ഈ സഹായം തുടരെ ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചതോടുകൂടി ഇന്ത്യൻ സൈന്യം ബാബ ഹർഭജൻ സിംഗിനെ ജീവിച്ചിരിക്കുന്ന ഒരു സർവീസ് പേഴ്സണായി കണ്ട് ഔദ്യോഗികമായി ഡ്യൂട്ടിയും പ്രൊമോഷനും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകി തുടങ്ങി. അങ്ങനെ ആ സേവനങ്ങൾക്ക് രാജ്യം മഹാവീർ ചക്രം നൽകി ആദരിക്കുകയും ചെയ്തു. മരണത്തിന് ശേഷവും ഒരു സൈനികനായി കണ്ടു റിട്ടയർമെന്റിന്റെ സമയമായപ്പോൾ ക്യാപ്റ്റൻ പദവിയിൽ പ്രതീകാത്മകമായ യാത്രയയപ്പും നൽകി. ഇക്കാലം ഇത്രയും ഇന്ത്യൻ ഗവൺമെന്റ് ഹർഭജൻ സിംഗിന്റെ ശമ്പളം അദ്ദേഹത്തിന്റെ വീട്ടിൽ പെൻഷൻ അല്ലാതെ എത്തിച്ചുകൊണ്ടിരുന്നു. എല്ലാ വർഷവും സെപ്റ്റംബർ 11 ജൽപൈഗുരിയിൽ നിന്നുള്ള ഒരു ട്രെയിൻ കപൂർത്തലയിലേക്ക് പോവുകയും അതിന്റെ ഒരു കോച്ചിന്റെ വിൻഡോ സൈഡ് ബർത്ത് ഹർഭജൻ സിംഗിനായി റിസർവ് ചെയ്യുകയും ഒരു ട്രങ്ക് പെട്ടിയിൽ കുറച്ച് സാധനങ്ങളും സൈനികർ നൽകുന്ന സംഭാവനയുമായി 3 സൈനികരെയും ചേർത്ത് അദ്ദേഹത്തിന്റെ ജന്മഗ്രാമമായ കൂഗയിലേക്ക് ലീവിനും അയക്കുമായിരുന്നു. സംഘർഷങ്ങൾ ഉണ്ടാവുമ്പോൾ മറ്റുള്ള സൈനികരെ തിരിച്ചു വിളിക്കാനുള്ള ഓർഡറിനൊപ്പം ഹർഭജൻ സിംഗിനും പ്രത്യേകം ഓർഡർ മിലിറ്ററി തയ്യാറാക്കുമായിരുന്നു. ഹർഭജൻ സിംഗ് ഒരു ഉറച്ച വിശ്വാസമായപ്പോൾ ഇന്ത്യൻ മിലിറ്ററി അദ്ദേഹത്തിന് വേണ്ടി നാഥുല ചുരത്തിൽ ഒരു ക്ഷേത്രം പണികഴിപ്പിക്കുകയും അവിടെ അദ്ദേഹത്തിന്റെ യൂണിഫോമും ഉപയോഗിച്ച വസ്തുക്കളും ആരതിയും പൂജയും സഹിതം ചടങ്ങായി നടത്തുകയും ചെയ്തു. നാഥുല ചുരം വഴി പോകുന്നവർ എല്ലാവരും, പിന്നെ കർമ്മനിരതരായി ഹിമാലയത്തിന്റെ തണുത്ത മാറിലേക്ക് കടക്കുന്ന സൈനികരും ബാബ ഹർഭജൻ സിംഗിന്റെ അനുഗ്രഹം വാങ്ങിയേ പോകാറുള്ളൂ. ബാബ ഹർഭജൻ സിംഗ് ഇന്ത്യൻ പട്ടാളക്കാർക്കും ചൈനീസ് പട്ടാളക്കാർക്കും ഒരുപോലെ പ്രിയങ്കരനായതുകൊണ്ട് നാഥുല പാസിനോട് ചേർന്ന് ഫ്ലാഗ് ഓഫീസുകളിൽ 2 പക്ഷത്തെയും കോർ കമാൻഡർമാരുടെ മീറ്റിംഗ് നടത്തുമ്പോൾ ചൈനീസ് പട്ടാളം പോലും ഒരു കസേര ഒഴിച്ചിടും. ആ ഒഴിച്ചിടുന്ന കസേര ബാബ ഹർഭജൻ സിംഗിന് വേണ്ടിയുള്ളതായിരുന്നു. ഇത് ചൈനീസ് പട്ടാളവും സർക്കാരും രേഖാമൂലം അംഗീകരിച്ചതും
മിനിറ്റ്സ് ബുക്കിൽ പങ്കെടുത്തവരുടെ കൂടെ ബാബയുടെ പേരും എഴുതുകയും ചെയ്യുമായിരുന്നു.